AI ക്യാമറ വിവാദത്തിൽ സർക്കാരിനെ പ്രതിരോധിച്ച CPM. സർക്കാരിന്റെ രണ്ടാം വാർഷിക വികസന പദ്ധതികളുടെ ശ്രദ്ധ മാറ്റാനാണ് വിവാദമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിവാദത്തിന് പിന്നിൽ ടെൻഡർ നഷ്ടപ്പെട്ട വ്യവസായികളുടെ കുടിപ്പകയാണെന്നാണ് ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ പ്രതികരണം. അതേസമയം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് കോടതിയെ സമീപിക്കുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പ്രതികരിച്ചു. കേന്ദ്ര ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നാണ് കേന്ദ്രമന്ത്രി V. മുരളീധരന്റെ വെല്ലുവിളി. AI ക്യാമറ വിവാദത്തിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് CPM. സർക്കാർ ഖജനാവിൽ ഒരു നയാ പൈസ പോലും ചെലവഴിക്കാത്ത സാഹചര്യത്തിൽ എവിടെയാണ് അഴിമതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവിന്റെയും മുൻ പ്രതിപക്ഷ നേതാവിന്റെയും ആരോപണങ്ങൾ ശുദ്ധ അസംബന്ധമാണ്. ഉപകരാർ നൽകാൻ കരാറിൽ തന്നെ വ്യവസ്ഥയുണ്ടെന്നും പാർട്ടിയുടെ പ്രതിരോധം. ഒരു പൈസയും ഇന്നേ വരെ കേരള ഗവൺമെന്റ് ചെലവാക്കിയിട്ടില്ല. പിന്നെ എവിടെയാ ഈ അഴിമതി വരുന്നത്? അപ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ഇനി അധികം വിചിത്രമാണ്. 100 കോടിയും പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് കുറയാൻ പാടില്ലല്ലോ. മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 132 കോടിയാണ്. നിങ്ങൾ ആദ്യം ഒരു യോജിപ്പിരുത്തും. ടെൻഡർ നഷ്ടപ്പെട്ട കമ്പനികൾ തമ്മിലുള്ള പകയാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ഇത് വ്യവസായികൾ തമ്മിലുള്ള ആർക്കെങ്കിലും ടെൻഡർ കിട്ടിയില്ലെങ്കിൽ അവർ തമ്മിലുള്ള കുടിപ്പകയാണ് ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം. അതിനുവേണ്ടി ടെൻഡർ നഷ്ടപ്പെട്ട വ്യവസായികൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ പ്രതിപക്ഷം കൂട്ടുനിൽക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷം വിട്ടുവീഴ്ചയ്ക്കില്ല. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് കോടതിയെ സമീപിക്കുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ വ്യക്തമാക്കി. പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തീരുമാനിച്ചതു മുതൽ അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. ആരോപണ വിധേയരായ ആളുകൾ സ്ഥിരം പറയുന്ന പരിപാടി പുകമറ. ഞങ്ങൾ പുകമറ ഉണ്ടാക്കിയിരുന്ന ആ പുകമറ മാറ്റേണ്ട ജോലി മുഖ്യമന്ത്രിയുടെ അല്ലേ? അദ്ദേഹത്തിന്റെ നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കേണ്ട മുഖ്യമന്ത്രിയല്ലേ? ഒന്നും ഒളിക്കാനില്ലെങ്കിൽ AI ക്യാമറ വിവാദത്തിൽ കേന്ദ്ര ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തോതിലുള്ള അഴിമതിയും കൊള്ളയും നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് അദ്ദേഹം നടത്തേണ്ടത്. അതിനു പകരം ഗീർവാണ പ്രസംഗങ്ങളല്ല വേണ്ടത്. വിവാദവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തയച്ചു. മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ദുർബലവും ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ്. മുഖ്യമന്ത്രിയുടെ ബന്ധുവുമായി പ്രസാദ് യോയ്ക്ക് ബന്ധമില്ല എന്ന് പറയാനാകുമോ എന്നും കത്തിൽ ചോദിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് 18 പരമ്പര. ഇനിയെത്ര ഇരകൾ? സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം ഗൌരവത്തോടെ കാണുന്നുവെന്ന് മന്ത്രി MB രാജേഷ്. സിനിമാക്കാരായതുകൊണ്ട് ഒരാനുകൂല്യവും ലഭിക്കില്ലെന്ന് മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ കർശന ഇടപെടലിന് പോലീസും തയ്യാറെടുക്കുകയാണ്. ഷൂട്ടിംഗ് സെറ്റുകളിൽ പരിശോധന നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. എൻ്റെ മകന് സിനിമയിൽ ഒരു വലിയ നടൻ്റെ മകനായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. എൻ്റെ വൈഫ് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയം മയക്കുമരുന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞത് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കച്ചവടം നടത്തുന്നൊന്നുമില്ല, അവന് വിട്ടുന്ന് വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷേ ഈ 17-18 വയസ്സിലാണ് ഏറ്റവും കൂടുതൽ വഴി തെറ്റുന്നത്. അതുകൊണ്ട് ആകെ ഒരു മകനാണ് എനിക്കുള്ളത്. ചില യുവതാരങ്ങളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് സഹപ്രവർത്തകർ തന്നെ തുറന്നു പറഞ്ഞതോടെയാണ് കർശന ഇടപെടലിലേക്ക് സർക്കാർ കടക്കുന്നത്. ലൊക്കേഷനുകളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് നീക്കം. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം ഗൌരവത്തോടെ കാണുന്നുവെന്നും വിട്ടുവീഴ്ച ഉണ്ടാവില്ലെന്നും എക്സൈസ് മന്ത്രി MB രാജേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ഏത് മേഖലയിലാണെങ്കിലും ലഹരി ഒരു മഹാവിപത്താണ്. അതിപ്പോൾ സിനിമ പോലുള്ള മേഖലകളിലാണ് ആയതുകൊണ്ട് അതിലെന്തെങ്കിലും ഇളവോ ആനുകൂല്യമോ കൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. വാർത്തകൾ വരുന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായി കഴിഞ്ഞാൽ ശക്തമായ നടപടി അക്കാര്യത്തിലുണ്ടാവും. പരാതികളൊന്നും ഔദ്യോഗികമായി ലഭിച്ചില്ലെങ്കിലും സിനിമയിലെ ലഹരി ഉപയോഗത്തിനെതിരെ നീങ്ങാൻ പോലീസും തയ്യാറെടുക്കുകയാണ്. സിനിമാ സെറ്റുകളിൽ ഷാഡോ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ K. സേതുരാമൻ. തീർച്ചയായും നമ്മുടെ എല്ലാ ഷൂട്ടിംഗ് സ്പോട്ടുകളിലും പോലീസ് ഇനി പല സ്ഥലത്തും ഉണ്ടാവും. സർപ്രൈസായിട്ട് പോലീസ് അവിടെ പോയി മഫ്റ്റി പോലീസ് അതുപോലെ ഷാഡോ പോലീസുകാരുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ പിടിക്കാനുള്ള ഏർപ്പാടുണ്ടാവും. നടൻ ടിനി ടോമിന്റെ വെളിപ്പെടുത്തലിൽ കൂടുതൽ പ്രതികരണത്തിന് താരസംഘടനയായ അമ്മ തയ്യാറല്ല. എന്നാൽ ഏതന്വേഷണത്തെയും സംഘടന സ്വാഗതം ചെയ്യുന്നുണ്ട്. ഷൂട്ടിംഗ് സെറ്റുകളിലെ പോലീസ് പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം പറയേണ്ടത് നിർമ്മാതാക്കളാണെന്ന നിലപാടിലാണ് സംഘടന. ന്യൂസ് 18 കൊച്ചി.
ലൊക്കേഷനുകളിലെ പരിശോധന കൊണ്ട് ലഹരി ഉപയോഗം എത്രത്തോളം തടയാനാകുമെന്ന് കണ്ടറിയണമെന്ന് നിർമ്മാതാവ് ലിബർട്ടി ബഷീർ. ലൊക്കേഷനുകളിലേക്ക് ലഹരി വസ്തുക്കൾ എത്തുന്നത് തടയുകയാണ് വേണ്ടത്. രാസലഹരി ഉപയോഗിക്കുന്നവരുടെ പരിശോധനയ്ക്ക് കടമ്പകളേറെയുണ്ടെന്നും ലിബർട്ടി ബഷീർ ന്യൂസ് 18 സൺഡേ ഡിബേറ്റിൽ പറഞ്ഞു. ഈ ലൊക്കേഷനിൽ പരിശോധിച്ചുകൊണ്ട് അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ആ പ്രൊഡ്യൂസറായിരിക്കും. കാരണം ആർട്ടിസ്റ്റിന് ഒരു ആർട്ടിസ്റ്റിനൊന്നും തൊടാൻ പറ്റില്ല. ഷേഡോ പോലീസ് വന്ന് ഒരു ആടെ ചെക്കിങ് നടത്തി അതൊന്നും സിനിമ അരങ്ങോലപ്പെട്ടു, ഷൂട്ടിംഗ് അരങ്ങോലപ്പെട്ടു, അതൊന്നും അധികാരം നീണ്ടിരിക്കില്ല അങ്ങോട്ട്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഷേഡോ പോലീസിന് സാന്നിധ്യം വെച്ചിട്ട് പൊതുവേ നമ്മളിപ്പോ ഒരു വലിയ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എപ്പോ 2-3 പോലീസുകാർ യൂണിഫോം ഇട്ട് പോലീസുകാർ ഉണ്ടാവും. വലിയ ആർട്ടിസ്റ്റിന്റെ ലൊക്കേഷനിൽ 2-3 പോലീസുകാർക്ക് നമ്മൾ പൈസ അടച്ചിട്ട് എല്ലാ ലൊക്കേഷനും ഉണ്ടാവും ഈ ആർട്ടിസ്റ്റിന്റെ സംരക്ഷണത്തിനാണ്. അപ്പൊ അവിടെ അതൊന്നും ഈ പോലീസ് വന്നിട്ടുണ്ടെന്നില്ല. ഇതിനായിട്ട് ഷാഡോ പോലീസിന് വെച്ചിരുന്നാൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അവിടെ എത്തൂല എന്നുള്ളത് ഒരു ഗുണമുണ്ട്. സിനിമാ സെറ്റുകളിലെ ഷാഡോ പോലീസ് പ്രായോഗികമല്ല എന്ന് സംവിധായകൻ SN സ്വാമി. സിനിമാ സെറ്റിൽ സ്വകാര്യതയുണ്ട്. മൊത്ത സിനിമയുടെ പ്രവർത്തനത്തെ ബാധിക്കരുത്. പോലീസ് ഇടപെടൽ സംവിധായകന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രായോഗികമാവില്ല. കാരണം സിനിമയ്ക്കൊരു പ്രൈവസിയാണ് സിനിമയുടെ കാര്യങ്ങൾക്ക്. ഇപ്പം നമ്മുടെ സെറ്റിൽ തന്നെയും ഇപ്പം നമ്മളങ്ങനെ നമ്മളറിയാത്ത ഒരാൾ, പരിചയമില്ലാത്ത ഒരാൾ അങ്ങനെ വന്നിട്ട് എന്തെങ്കിലും സ്റ്റേജ് വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഡയറക്ടേഴ്സിന് അത് ബുദ്ധിമുട്ടുണ്ടാകും. അതങ്ങനെയാണ്. അത് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ സ്വഭാവം. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഒരു പുറത്തുനിന്നുള്ള ഒരു തേർഡ് മാൻ താനാരെന്ന് ഐഡൻറ്റിറ്റി അറിയാതെ വന്നിട്ട് ഷാഡോ വർക്ക് ചെയ്യുക എന്നുള്ളത് എത്രത്തോളം പ്രാക്ടിക്കലാവും എന്നുള്ള കാര്യം ഐ എം നോട്ട് ഷുവർ. ലഹരി മാഫിയക്കെതിരെ ന്യൂസ് 18 നടത്തുന്ന ഇനിയെത്ര ഇരകൾ ക്യാമ്പയിനെ അഭിനന്ദിച്ച് മന്ത്രി MB രാജേഷ്. ശക്തമായ ഇടപെടലാണ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സൊസൈറ്റി ഇങ്ങനൊരു ക്യാമ്പയിൻ എടുത്തത് ഞാൻ ഗവൺമെന്റിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ മാധ്യമങ്ങളും ഈ ബോധവൽക്കരണത്തിൽ പങ്കാളികളാവണം. വളരെ അഭിനന്ദനാർഹമായിട്ടൊരു കാര്യമാണ് ന്യൂസ് 18 ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് വൻ കഞ്ചാവ് വേട്ട. ജഗതിക്ക് സമീപം കണ്ണേറ്റുമുക്കിൽ നിന്നാണ് 95 കിലോ കഞ്ചാവുമായി 4-അംഗ സംഘം പിടിയിലായത്. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് സംഘം കാർ വാടകയ്ക്കെടുത്തു. കന്യാകുമാരിയിലേക്ക് പോകുന്നുവെന്നാണ് കാർ ഉടമയോട് പറഞ്ഞത്. എന്നാൽ കാർ ആന്ധ്രാപ്രദേശിലേക്ക് കടന്നുവെന്ന് GPS ട്രാക്കിംഗ് മുഖേന ഉടമ തിരിച്ചറിഞ്ഞു. സംശയം തോന്നി എക്സൈസ് സംഘത്തെ വിവരമറിയിച്ചു. വാഹനം റെന്റിനെടുത്ത വണ്ടിയാണ്. തിങ്കളാഴ്ചയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വണ്ടി ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ 2000 കിലോമീറ്ററോളം വാഹനം ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം എക്സൈസ് വിളിച്ചതനുസരിച്ചാണ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ട് എടുത്തിട്ട് ഇന്ന് രാവിലെ വരെ വണ്ടി റണ്ണിങ്ങിലായിരുന്നു. ഏകദേശം ഒരു 1800ഓളം കിലോമീറ്ററിന് ഓടിയിട്ടുണ്ട്. അപ്പോൾ ആന്ധ്രയിലുള്ള കഞ്ചാവ് മേഖലയിലോട്ടാണ് വാഹനം പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് വന്നത്, വിളിച്ച് ഒരു വണ്ടി ഇപ്പോൾ അതെ. യാത്ര നിരീക്ഷിച്ച എക്സൈസ് സംഘം പ്രതികൾ തിരിച്ചെത്താൻ കാത്തിരുന്നു. കണ്ണേറ്റുമുക്കിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് പ്രതികളെ പിടികൂടിയത്. കരിമഠം സ്വദേശി രതീഷ് വിഷ്ണു, അഖിൽ, തിരുവല്ലം സ്വദേശി രതീഷ് എന്നിവരാണ് പിടിയിലായത്. കസ്റ്റഡിയിലുള്ള 4 പേരിൽ 2 പേർ കഞ്ചാവ് വാങ്ങാനെത്തിയവരാണെന്നാണ് വിവരം. കാലടി സർവകലാശാലയുടെ തിരുവനന്തപുരം സെന്ററിൽ SFI യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നുവെന്ന് പ്രതികളിൽ ഒരാളായ അഖിൽ പറഞ്ഞു. ഞാനിവിടെ നിന്ന് സാധനം മേടിക്കാൻ വന്നപ്പോഴാണ് എന്നെ അതിനകത്ത് പിടിച്ചാക്കിയത്. 48 പൊതികളായാണ് കാറിൽ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. തിരുവനന്തപുരത്തെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്താനായാണ് ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് എത്തിച്ചതെന്നാണ് നിഗമനം. എക്സൈസ് കമ്മീഷണറുടെ സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ T. അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് പിടികൂടിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. തമിഴ്നാട്ടിലെ തേൻപളനി ചെക്ക് പോസ്റ്റിന് സമീപം അരിക്കൊമ്പനെ കണ്ടെത്തി തമിഴ്നാട് വനംവകുപ്പ്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. അരിക്കൊമ്പൻ തമിഴ്നാട് വനമേഖലയിൽ തുടരുന്നതിനാൽ ഇവിടെ നിരീക്ഷണം ശക്തമാക്കി. ചിന്നമന്നൂരിൽ നിന്നും മേഘമലയ്ക്ക് പോകുന്ന വഴി തെൻപളനി ചെക്ക് പോസ്റ്റിന് സമീപമാണ് അരിക്കൊമ്പനെ കണ്ടെത്തിയത്. തമിഴ്നാട് വനംവകുപ്പ് ഇതുവഴി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിനോദസഞ്ചാരികൾക്ക് നേരത്തെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അരിക്കൊമ്പന്റെ സംഘങ്ങൾ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ല. മഴമേഘങ്ങളടക്കം പ്രതികൂല കാലാവസ്ഥ കാരണം GPS കോളറിൽ നിന്നുള്ള വിവരങ്ങൾ വൈകുകയാണ്. നിലവിൽ ആനയെ കണ്ട സ്ഥലത്ത് നിന്നും താഴേക്കിറങ്ങിയാൽ ജനവാസ മേഖലയിലെത്താം. ഇതാണ് പ്രദേശവാസികളുടെ ആശങ്ക. പൂർണ്ണ ആരോഗ്യവാനായ ആന ദിവസം 10 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ചിന്നക്കനാലിന് സമാനമായ ഭൂപ്രകൃതി മേഘമലയിൽ ഉള്ളതുകൊണ്ടാകാം അരിക്കൊമ്പൻ ഇവിടെ തുടരുവാൻ കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി.
ഗുജറാത്ത് മോഡലിനെ മഹത്വവൽക്കരിച്ചത് CPM ആണെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. ഗുജറാത്തിൽ നിന്ന് കേരളത്തിന് ഒന്നും പഠിക്കാനില്ലെന്ന് പറഞ്ഞ CPM ആണ് പിന്നീട് ഗുജറാത്തിൽ പഠനത്തിന് പോയതെന്നും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു സർക്കാർ പ്രതിനിധികൾ പോയതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ഷിബു ബേബി ജോണിന്റെ പ്രതികരണം. ഷിബു ബേബി ജോണിനെ വിചാരണ ചെയ്ത് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഗുജറാത്തിൽ ഇവിടുത്തെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ തുടങ്ങാനായിട്ട് തൊഴിൽ വൈദഗ്ധ്യം അവിടെ പോയി അത് കണ്ടു പഠിച്ച് തിരിച്ച് വന്ന് ഇറങ്ങിയത് ആരോപണങ്ങളുടെ കുന്തമുനയിലേക്കാണ് എന്നൊക്കെ പറയാം. അപ്പോൾ അതേ ഗുജറാത്തിലേക്ക് തന്നെ ഈ സർക്കാർ ചീഫ് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരെയും അയച്ചു. അത് കഴിഞ്ഞ് ഫാന്റാസ്റ്റിക് എന്ന ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണം വന്നു. ഇത് കണ്ട് ചിരിയെങ്കിലും വന്നില്ല അങ്ങേക്ക്? തീർച്ചയായിട്ടും ഞാൻ അന്നത്തെ UPA ഗവൺമെൻറ് സ്കിൽ ഡെവലപ്മെൻറ്റിന് കൗശൽ കേന്ദ്ര എന്ന് പറഞ്ഞ് അവർ ആരംഭിച്ച ഒരു പ്രോഗ്രാം നാഷണൽ അവാർഡ് കിട്ടിയ പശ്ചാത്തലത്തിൽ അതൊന്ന് മനസ്സിലാക്കാൻ ഒരു ദിവസം പോയപ്പോൾ 1 മണിക്കൂർ അത് മനസ്സിലാക്കാൻ വേണ്ടി പോയി അവിടുത്തെ മുഖ്യമന്ത്രിയെ കാണുക ഒരു കട്ടസി എന്നുള്ളതിൽ കാണേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നു. ഇതാണ് ഞാൻ ചെയ്തത്. പക്ഷേ അഹമ്മദാബാദിൽ ചെന്ന് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ആരും ചോദിച്ചില്ല. അന്നത്തെ CPM നേതാക്കന്മാരുടെ പ്രസ്താവന ഉണ്ടായിരുന്നത് ഗുജറാത്തിൽ നിന്ന് കേരളത്തിന് ഒരു ചുക്കും പഠിക്കാനില്ല എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞവർ ഭരിക്കുമ്പോൾ ഗുജറാത്തിൽ പോയി പഠിക്കാനായിട്ട് ഇവിടുന്ന് ഒരു ഒഫീഷ്യൽ ടീമിനെ അയക്കുന്നു. എന്താ പഠിക്കാൻ പോയത്? അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം, ഒരു ഗവേണൻസിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത്. പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത ആരാണ്? നാഷണൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അവരാണ് ക്രിയേറ്റ് ചെയ്തത്. അവർ ക്രിയേറ്റ് ചെയ്തത് ആദ്യം തെലുങ്കാനയ്ക്ക് വേണ്ടിയാണ്, തെലുങ്കാന സ്റ്റേറ്റിന് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തത്. അത് ഗുജറാത്ത് അഡോപ്റ്റ് ചെയ്തതാണ്. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഫർഗെറ്റ് ദ നെയിം, അവരെ വിളിച്ചാൽ അവരിവിടെ വന്ന് പ്രസൻറ്റേഷൻ നടത്തുമല്ലോ. അവരിവിടെ വന്ന് പ്രസൻറ്റേഷൻ നടത്തും, അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോയി നടത്താം. ഇത് വലിയ സംഭവമൊന്നുമല്ല. ഇത് വലിയ സംഭവമായി ഇവരുടെ ബേസിക് ഇഗ്നോറൻസ് ആണ്. ഡൽഹിയിൽ ചെന്നപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങളത് പോയി ഒന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. എന്താന്ന് പോലും മനസ്സിലാക്കാതെ ആരാണ് ഈ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തത്? അവരെ വിളിച്ച് ഇവിടെ ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നതിന് വരം വിട്ടേക്കാണ്. അന്നേരം ആരാണ് ഈ ഗുജറാത്ത് മോഡലിനെ മഹത്വവൽക്കരിച്ചത്? ഞാൻ മഹത്വവൽക്കരിച്ചില്ല. ഷിബു ബേബി ജോണുമായി ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ള നടത്തിയ അഭിമുഖം ഇന്ന് വൈകിട്ട് 6 മണിക്ക് സംപ്രേഷണം ചെയ്യും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്ക്. സ്വർണം ഗ്രാമിന് 5640 രൂപ, പവന് 45,120 രൂപ, വെള്ളി ഗ്രാമിന് 83 രൂപ, കിലോയ്ക്ക് 83,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3744 രൂപ.